ഹായ് ഓൾ, യുവർ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂള് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ആദ്യത്തെ കുറച്ച് പാർട്ട് ഞാൻ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ്: റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, then what are the factors affecting entrepreneurial growth, then meaning of entrepreneurship, എന്താണ് entrepreneurship, then who is an intrapreneur ആരാണ്, then what are the differences between entrepreneur and intrapreneur. ഇത്ര ഏരിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി എന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഓൺട്രപ്രണേഴ്സിന് എന്ത് റോളാണ് ഉള്ളത്? ഫസ്റ്റ് വൺ ആണ് ക്രിയേറ്റിംഗ് jobs. Entrepreneurs provide immediate large-scale employment to the unemployed, which is a chronic problem in underdeveloped nations. അതായത് ഡെവലപ്മെന്റ് എത്താത്ത അണ്ടർഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നാഷൻസിൻ്റെ ഒക്കെ മെയിൻ പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. സോ ഓൺട്രപ്രണേഴ്സ് ആണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പുതിയ ബിസിനസ് വരുമ്പോൾ കുറേ ആൾക്കാർക്ക് പുതിയതായിട്ട് ജോബ്സ് കൊടുക്കും. അങ്ങനെ എക്കണോമിയുടെ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള പ്രോബ്ലം കുറേയേറെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സിന് സാധിക്കും. ാണ് പ്രൊമോട്ടിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് ഒരു ഇക്കണോമിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ മണി യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അത് പല രീതിയിൽ ഇവർ ക്യാപിറ്റൽ റേസ് ചെയ്യും. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിലും ഡിബഞ്ചേഴ്സിലൂടെയും ക്യാപിറ്റൽ റേസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യാതെ പബ്ലിക്കിന്റെ കയ്യിൽ ഐഡിയൽ ആയിട്ടിരിക്കുന്ന ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്ത് അത് ഇക്കണോമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൊമോട്ടിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസിംഗ് ദ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് GDP. ഓൺട്രപ്രണേഴ്സ് യൂസ് റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ടു നാഷണൽ ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യത്ത് യൂസ് ചെയ്യാതിരിക്കുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെയെല്ലാം ഓൺട്രപ്രണേഴ്സ് എന്ത് ചെയ്യും? രാജ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ആൻഡ് വെൽത്തിലേക്ക് മാറ്റും ബൈ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെ ഇക്കണോമിയുടെ പെർ ക്യാപിറ്റൽ ഇൻകം അതുപോലെ തന്നെ GDPയും കൂട്ടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ഇംപ്രൂവിങ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുപോലെ തന്നെ ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. രണ്ടും ഏകദേശം ഒന്നിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. നെക്സ്റ്റ് വൺ ആണ് ഹെൽപ്പിംഗ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. കൂടുതൽ റോഡുകൾ, ബ്രിഡ്ജസ്, ബിൽഡിംഗ്, ഫാക്ടറീസ് ഇങ്ങനെയെല്ലാം കൊണ്ടുവന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂട്ടുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവിംഗ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഒരു രാജ്യത്തിനെ ഇക്കണോമിക് ഇൻഡിപെൻഡന്റ് ആക്കുന്നു ഓൺട്രപ്രണേഴ്സ്. അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് ഒരു രാജ്യത്ത് വരുമ്പം ആ രാജ്യത്തിന് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. പുറം രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ കടമെടുക്കാതെ സ്വന്തം നിലനിൽപ്പ് ഒരു രാജ്യത്തിന് സാധിക്കുന്നു. സോ ദാറ്റ് ഈസ് ഇംപ്രൂവിങ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വൺ ആണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ് ഉണ്ടാവുന്നു. ഇനി എന്താണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അതിന് വേണ്ട റോ മെറ്റീരിയൽസ് ലൈക്ക് അയൺ ഓർ കോൾ എക്സെട്ര അങ്ങനെയൊക്കെ വേണ്ടി വരും. സോ ഇതാണ് ബാക്ക്വേർഡ് ലിങ്കേജസ് എന്ന് പറയുന്നത്. Then, by increasing the supply of steel, the plant facilitates the growth of machine building, tube making, utensils manufacturing and such other units. അതായത് കൂടുതലായിട്ട് സ്റ്റീൽ പ്ലാന്റിലൂടെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന കുറേ ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് വരും. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപിക്കുമ്പോൾ അതിന് പിന്നിലും മുന്നിലുമായിട്ട് കൂടുതൽ ബിസിനസ്സുകൾ വളർച്ച ഉണ്ടാകുന്നു. അതാണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. നെക്സ്റ്റ് വൺ ആണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്തതായാലും സ്വന്തം രാജ്യത്ത് നിന്ന് യൂസ് ചെയ്യുന്നതാണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേസ്റ്റേജ് എല്ലാം ഒഴിവാക്കി എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും നടത്തുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ആണ് എക്സ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. എന്റർപ്രണേറിയൽ ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.
ദെൻ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഒരു ഇൻഡസ്ട്രി കൂടുതലായിട്ട് വരുന്നതോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ ഏരിയയിലും, ദാറ്റ് ഈസ് റൂറൽ ആയാലും അർബൺ ഏരിയയിലായാലും ഒരുപോലെ ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നോക്കം നിൽക്കുന്ന റൂറൽ ഏരിയ കൂടെ മുന്നോട്ടേക്ക് വരാൻ അവർക്കും കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവാനും ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് സഹായിക്കുന്നുണ്ട്. കൂടുതൽ MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് കൂടുതലായിട്ട് വരുന്നത് റൂറൽ ഏരിയയിലാണ്. അപ്പം ഗവൺമെൻറ് കൂടുതൽ അവിടെ ഇൻഡസ്ട്രീസ് വരാനായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവിടെയും കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, ജസ്റ്റ് ലൈക്ക് അർബൺ ഏരിയാസ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റർപ്രണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏരിയ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻ്റർപ്രണേറിയൽ ഗ്രോത്ത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു എൻ്റർപ്രണേറിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരാളെ എൻ്റർപ്രണർ ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? സോ ആ ഫാക്ടേഴ്സിനെ മെയിനായിട്ടും 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്, തേർഡ് വൺ സോഷ്യൽ ഫാക്ടേഴ്സ്, ഫോർത്ത് വൺ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അപ്പം ഈ ഓരോ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഒരു ഓൺട്രപ്രണറിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. വെറും മണി അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല, അവരുടെ ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രസ്റ്റീജിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഓൺട്രപ്രണേഴ്സ് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാറുണ്ട്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, സെക്കൻഡ് വൺ പേഴ്സണൽ മോട്ടീവ്സ് ഓർ എക്സ്പെക്റ്റേഷൻസ്, തേർഡ് വൺ റെക്കഗ്നീഷൻ ആൻഡ് ഫോർത്ത് വൺ നീഡ് ഫോർ അതോറിറ്റി. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്നത്. സോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, ദാറ്റ് ഈസ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് മീൻസ് ഡ്രൈവ് ടു അച്ചീവ് എ ഗോൾ. സ്വന്തമായിട്ട് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതിലൂടെ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ പുതിയ ഓൺട്രപ്രണേഴ്സ് ഉണ്ടായി വരാം. ദെൻ പേഴ്സണൽ മോട്ടീവ്സ് ഓർ എക്സ്പെക്റ്റേഷൻസ്, ദാറ്റ് ഈസ് സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ പുറത്തോ എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തോ വരുന്ന പുതിയതായിട്ട് ഓൺട്രപ്രണേഴ്സ് ആവുന്നവർ. നെക്സ്റ്റ് വൺ ആണ് റെക്കഗ്നേഷൻ. ഒരു പബ്ലിക്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സെൽഫ് എസ്റ്റീമിൽ വരുന്നതാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നീഡ് ഫോർ അതോറിറ്റി. അതായത് മറ്റുള്ളവരുടെ മേൽ അതോറിറ്റി എടുക്കാൻ, അതായത് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ എനിക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യണം, അതോറിറ്റി വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ കൂടെ പറയുന്നതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സിൽ കൾച്ചർ, റിലീജിയസ് ബിലീഫ് ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് എന്നാണ് സബ് പോയിന്റ്സ് വരുന്നത്. സോ കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് അസോസിയേറ്റ് വിത്ത് ഗോൾ സെറ്റ് ബൈ മെൻ. അതായത് ഒരാളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്നതായി തീരണം എന്ന് തീരുമാനിക്കുന്നതിൽ കൾച്ചർ ഒരു ഭാഗമാണ്. ഒരാളുടെ ബിഹേവിയറിനെ കൾച്ചർ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒന്നാണ് റിലീജിയസ് ബിലീഫ്. അതായത് റിലീജിയസ് ബിലീഫും കൂടെ ഒരു രീതിയിൽ ഇതിനൊരു ഫാക്ടറാണ്. ദെൻ മൈനോറിറ്റി ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് ഒരു നാട്ടിലുള്ള മൈനോറിറ്റി ഗ്രൂപ്പ്സ് അവർക്ക് ചിലപ്പം മുൻപന്തിയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ വരുന്നതാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ ലെജിറ്റിമസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യൽ മാർജിനാലിറ്റി, ഫാമിലി റോൾ മോഡൽസ്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ലെജിറ്റിമസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ഓഫ് നോംസ് ആൻഡ് വാല്യൂസ് വിത്തിൻ ദ സോഷ്യോ കൾച്ചറൽ സെറ്റിംഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എമർജൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഒരു സൊസൈറ്റിയിൽ നിലവിലുള്ള നോംസ് ആൻഡ് വാല്യൂസ് ഓൺട്രപ്രണേഴ്സിനെ വളർച്ചയിലേക്കും അല്ലെങ്കിൽ വളരാതിരിക്കാനും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ സൊസൈറ്റി ഓൺട്രപ്രണേഴ്സിനെ അപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ കൂടുതൽ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വണ്ണാണ് സോഷ്യൽ മാർജിനാലിറ്റി. മൈനോറിറ്റി ആയിട്ട് വരുന്ന റിലീജിയസ്, കൾച്ചറൽ, എത്നിക് ഓർ മൈഗ്രൻ്റ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് അവരുടെ ഒരു മാർജിനൽ സോഷ്യൽ പൊസിഷൻ, അതായത് സൊസൈറ്റിയിൽ അവർക്കൊരു മുൻപന്തിയിലായിരിക്കില്ല. സോ അപ്പം ഒരു സൈക്കോളജിക്കൽ എഫക്റ്റിലൂടെ അവർ കൂടുതലായിട്ടും ഓൺട്രപ്രണർഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് സോഷ്യൽ മാർജിനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫാമിലി റോൾ മോഡൽസ് ആൻഡ് അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ദാറ്റ് ഈസ് ഒരു എൻ്റർപ്രണേറിയൽ ഫാമിലി ആണെങ്കിൽ, സക്സസ്ഫുൾ എൻ്റർപ്രണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സ് കൂടുതലായിട്ടും
ഈ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ റോൾ മോഡൽസ്, സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സുമായിട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അവരുമായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഒന്നാണ് കാസ്റ്റ് സിസ്റ്റം. സെർട്ടൈൻ കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ആൾക്കാർ കൂടുതൽ ഈ എൻ്റർപ്രണറിയൽ ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈക്ക് ജെയിൻ, മാർവാരി ബിസിനസ്മെൻ ഫ്രം രാജസ്ഥാൻ ആ ഏരിയയിലുള്ള മാർവാരി, അങ്ങനെയുള്ള കാസ്റ്റ് സിസ്റ്റംസിലുള്ളവർ കൂടുതലായിട്ടും എൻ്റർപ്രണേഴ്സ് ആണ്. അവർ ബൈ കാസ്റ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റ് സിസ്റ്റവും ഓണ്ടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ദെൻ ഒക്യുപ്പേഷൻ മീൻസ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ഫാമിലി. ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ഓണ്ടർപ്രണേഴ്സ് ആവാനോ ആവാതിരിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. സോ ഒരു ബിസിനസ് ഫാമിലിയിലാണ്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഫാമിലിയാണെങ്കിൽ അവിടെ ഉള്ളവർ കൂടുതലായിട്ടും വരുന്ന ജനറേഷനെ ബിസിനസ്സിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഒന്നാണ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓണ്ടർപ്രണറിയൽ ഏരിയയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ അതുപോലെയുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ കൂടുതലായിട്ടും ഓണ്ടർപ്രണേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സോഷ്യൽ സ്റ്റാറ്റസ് ഈസ് അനദർ ഫാക്ടർ. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഈസ് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള ഒരു ഒബ്ലിഗേഷൻ്റെ പുറത്ത് ഓണ്ടർപ്രണേഴ്സ് ആയി വരുന്നവർ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് നോ ഹൗ, ലേബർ കണ്ടീഷൻസ്, മാർക്കറ്റ്, സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഗവൺമെൻറ് പോളിസീസ്, ഇതൊക്കെയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇതൊക്കെ അനുകൂലമായ കേസസിൽ, അതായത് നല്ല ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, റോഡ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്കൽ, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണെങ്കിൽ അവിടെ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ റോഡില്ല, നല്ലൊരു ബിൽഡിംഗ് ഇല്ല, നല്ല എന്താ പറയുക റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല, ഇങ്ങനെ ഒരു നെഗറ്റീവ് കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ ഓണ്ടർപ്രണേഴ്സ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ഒന്നാണ് അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ കിട്ടാനുള്ള ചാൻസ്. ഷോർട്ട് ടേം ഫിനാൻസ് ആകട്ടെ, ലോങ് ടേം ഫിനാൻസ് ആകട്ടെ, ഇതൊക്കെ ഈസിലി അവൈലബിൾ ആണെങ്കിൽ കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് ആ ഏരിയയിലേക്ക് വരും. ദെൻ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് നോ ഹൗ. ഒരു പെർട്ടിക്കുലർ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും ടെക്നോളജിയൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് എൻ്റർപ്രണറിയൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഒന്നാണ് ലേബർ കണ്ടീഷൻസ്. അതായത് ലേബേഴ്സ് അവൈലബിൾ ആണോ, ചീപ്പ് ലേബേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ആ കേസസിൽ കൂടുതൽ എൻ്റർപ്രൈസസ് കൂടുതൽ ബിസിനസ്സുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഒന്നാണ് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ മാർക്കറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ദെയർ ഓൺ വേസ്. ദാറ്റ് ഈസ് മോണോപ്പൊളി മാർക്കറ്റ് ആണോ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണോ, അതിനനുസരിച്ചിട്ട് ഓണ്ടർപ്രണേഴ്സ് വരാനും വരാതിരിക്കാനും ഉള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഒന്നാണ് സപ്പോർട്ട് സിസ്റ്റം. ദാറ്റ് ഈസ് ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണോ, കൺസൾട്ടൻസി സർവീസസ്, ആൻസിലറി ഇൻഡസ്ട്രീസ്, ദെൻ റിസർച്ച് ഓർഗനൈസേഷൻസ്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ എൻ്റർപ്രണർഷിപ്പിലേക്ക് വരും. ദെൻ ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ പോളിസി എത്രത്തോളം ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് എൻ്റർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാവും. എന്നാൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ്, റൂൾസ്, റെഗുലേഷൻസ്, ഇമ്പോർട്ടിന് കുറേ റെസ്ട്രിക്ഷൻസ്, ഒരു ബിസിനസ് തുടങ്ങാൻ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള കുറേ നൂലാമാലകളൊക്കെ ഉണ്ടെങ്കിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. സോ ഗവൺമെൻറ് പോളിസിയും ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ലാസ്റ്റ് കാറ്റഗറിയാണ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ വരുന്നതാണ് പേഴ്സണാലിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് കമ്പൽഷൻ. ഫസ്റ്റ് വൺ ആണ് പേഴ്സണാലിറ്റി. ദ എൻ്റർപ്രണറിയൽ പേഴ്സണാലിറ്റി കംപ്രൈസസ് ഓഫ് ദ പേഴ്സൺ, ഹിസ് സ്കിൽസ്, സ്റ്റൈൽസ് ആൻഡ് മോട്ടീവ്സ്. ഒരു വ്യക്തിയുടെ സ്കില്ല്, സ്റ്റൈല്, മോട്ടീവ്സ്, ഇതൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു ഇൻഡിവിജ്വൽ സ്കിൽഡ് ആണ്, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു ഇംപ്രസീവ് പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഈ എൻ്റർപ്രൈസസ് തുടങ്ങാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻഡിപെൻഡൻസ്. സ്വന്തമായിട്ട് എന്തെങ്കിലും നേടണമെന്ന ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർ ഈ എൻ്റർപ്രണർഷിപ്പിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ ആണ് കമ്പൽഷൻ. ദാറ്റ് ഈസ്
certain compelling reasons also force people to become entrepreneurs. ചില കമ്പല്ലിങ് റീസൺസ് ഉണ്ടാവും. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, വേറൊരു രീതിയിലും ജോബ് കിട്ടുന്നില്ല, അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാമെന്നുള്ള ചിന്ത വരും. ദെൻ ടു യൂസ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ്, സ്വന്തമായിട്ടുള്ള നോളജും സ്കില്ലും സ്വന്തമായി യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ. ദെൻ ടു പുട്ട് ദ ഐഡിയൽ ഫണ്ട്സ് ടു യൂസ്, കുറേ പൈസ കയ്യിലുണ്ട്, ഇത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം, സോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങുന്നവർ. അങ്ങനെ ചില കമ്പല്ലിങ് റീസൺസ് കൊണ്ടും ബിസിനസ് തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിൽ വരുന്നത്. സോ ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻട്രപ്രനേറിയൽ ഗ്രോത്ത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഓരോ പോയിന്റ്സ് വെച്ച് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എൻ്റർപ്രണർഷിപ്പ് എന്താണെന്നുള്ളതാണ്. ഇത്രയും നേരം നമ്മൾ എൻ്റർപ്രണർ എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ദെൻ വാട്ട് ഈസ് എൻ്റർപ്രണർഷിപ്പ്? എൻ്റർപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, arranging the resources required to pursue these opportunities, and investing the resources to exploit the opportunities for long-term gains. എന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ് മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ ആ ഓപ്പർച്യൂണിറ്റീസ് നേടിയെടുക്കാനായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യുക, ദെൻ ദീസ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ആ ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ലോങ് ടേം ഗെയിൻസ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന എല്ലാം കൂടിയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഓണ്ടർപ്രണറും ഒരു എൻ്റർപ്രൈസും കൂടെ കൂടിയതാണ്. ഓക്കെ, എൻ്റർപ്രണർഷിപ്പ് ഇസ് ഈക്വൽ ടു എൻ്റർപ്രണർ പ്ലസ് എൻ്റർപ്രൈസ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻട്രാപ്രണർ എന്നൊരു ടേമാണ്. ഇൻട്രാപ്രണേഴ്സ് ആരാണ്? ഇൻട്രാപ്രണേഴ്സ്. ഇൻട്രാപ്രണേഴ്സ് ആർ എംപ്ലോയി വിത്തിൻ എ കമ്പനി who acts like an entrepreneur, applying entrepreneurial skills and initiative to develop new ideas, products or services within the existing organizational framework rather than starting a new business from scratch is termed as intrapreneurs. ഒരു ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു എംപ്ലോയി ആയിരിക്കും. അവർ അവരുടെ നോർമലി ചെയ്ത സാലറീഡ് ജോബ് അല്ല ചെയ്യുകയുണ്ടാവുക. അവർ ആ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യും, പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പുതിയ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ ആ ബിസിനസ്സിൻ്റെ ഒരു എംപ്ലോയി തന്നെയായിരിക്കും. അപ്പം അവർക്ക് കുറേ ഐഡിയാസൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. എന്നാൽ അത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ തന്നെ ആ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ വിത്തിൻ എ ലാർജ് കോർപ്പറേഷൻ ഹു ടേക്സ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ടേണിങ് ആൻ ഐഡിയ ഇൻ ടു എ പ്രോഫിറ്റബിൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു വലിയ കോർപ്പറേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ സ്വന്തമായിട്ട് അയാളുടെ ഐഡിയ ഒരു പ്രോഫിറ്റബിൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഹീസ് നോട്ട് ആൻ എൻ്റർപ്രണർ. ആ ബിസിനസ്സിൻ്റെ ഓണറോ ഒന്നും അല്ല, അവിടുത്തെ ഒരു എംപ്ലോയി തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റർപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ. എൻ്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ആണ് എൻ്റർപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻട്രാപ്രണർ ഈസ് സെമി ഇൻഡിപെൻഡൻറ്റ്. എൻ്റർപ്രണർ എന്ന് പറയുന്ന ആൾ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എന്നാൽ ഇൻട്രാപ്രണർ സെമി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഫുള്ളി ആ ബിസിനസ് ഓൺ ചെയ്യുന്നില്ല. ദെൻ എൻ്റർപ്രണർ വർക്ക്സ് ഫോർ പ്രോഫിറ്റ്. എൻ്റർപ്രണർ എപ്പോഴും വർക്ക്സ് ഫോർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഇൻട്രാപ്രണർ വർക്ക്സ് ഫോർ സാലറി. ദെൻ എൻ്റർപ്രണർ ബെയർസ് ഓൾ റിസ്ക് ഓഫ് ഹിസ് ബിസിനസ്. എൻ്റർപ്രണർക്ക് ആ ബിസിനസ്സിൻ്റെ മുഴുവൻ റിസ്ക് ഉണ്ടാവും, എന്നാൽ ഇൻട്രാപ്രണർ ആ ബിസിനസ്സിൻ്റെ മുഴുവൻ റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല. ബട്ട് അയാൾ ഏറ്റെടുത്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് മാത്രമായിരിക്കും ഇൻട്രാപ്രണർക്ക് ഉണ്ടാവുക. ദെൻ entrepreneur is the real owner of the business. Entrepreneur ആണ് ആ ബിസിനസിന്റെ റിയൽ ഓണർ. ബട്ട് entrepreneur is not the real owner of the business, rather he works for the business. ആ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. Then entrepreneur operates from outside an organization. ഒരു entrepreneur എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ബട്ട് entrepreneur works within the organization. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് എൻ്റർപ്രണർ കൺവേർട്സ് ദ ഐഡിയ ഓഫ് ഇൻട്രാപ്രണർ ഇൻ ടു റിയാലിറ്റി. ഈ എൻ്റർപ്രണറിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇൻട്രാപ്രണേഴ്സ് കൊടുക്കുന്ന ഐഡിയാസിനെ റിയാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻട്രാപ്രണർ ക്രിയേറ്റ്സ് ന്യൂ ഐഡിയാസ് ഇൻ ദ ഫോം ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, പ്രോസസ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് വൺ ആണ് എൻ്റർപ്രണർ റേസസ് ദ റിക്വയർഡ് ക്യാപിറ്റൽ. ആ ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യുന്നത് എൻ്റർപ്രണർ ആയിരിക്കും. എന്നാൽ ഇൻട്രാപ്രണർ അങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.
ഓക്കെ, അപ്പോൾ എൻ്റർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാലറീഡ് എംപ്ലോയി ആണ്. എന്നാൽ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പുറമെ അയാളുടെ ഉള്ളിൽ കുറേ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. സോ എൻ്റർപ്രണർ എന്താണ്, ഇൻട്രാപ്രണർ എന്താണ്, ഡിഫറൻസ് സിലബസിലുള്ളതാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, സോ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതെല്ലാവരും കാണുക. ഓക്കെ, താങ്ക്